ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ബ്യൂട്ടി ടിപ്പാണ്. അപ്പോൾ നമ്മുടെ കിച്ചണിൽ അവൈലബിൾ ആയിട്ടുള്ള വെറും 3 ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതാണെങ്കിൽ ആ ഫേസ് പാക്ക് ആണെങ്കിൽ നല്ല റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്ക് കൂടിയാണ്. അപ്പോൾ നമുക്ക് ആ ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ നമുക്ക് സുപരിചിതമായിട്ടുള്ള നമ്മളിന്ന് ഉപയോഗിക്കുന്ന 3 ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് മഞ്ഞളും അതുപോലെ തന്നെ ചെറുനാരങ്ങയുമാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു 2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തത്. ഇനി അതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കടലമാവാണ്. ഞാനിവിടെ ഏകദേശം 3 ടീസ്പൂണോളം കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മൾ മഞ്ഞൾപ്പൊടി എടുത്തതിൻ്റെ ഇരട്ടിയാണ് കടലമാവ് എടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു 3 ടീസ്പൂണോളം കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു പകുതി ചെറുനാരങ്ങയാണ്. അപ്പോൾ ആ ചെറുനാരങ്ങയുടെ നീരാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഞാനതൊരു ഏകദേശം 1 ടേബിൾ സ്പൂണോളം നീര് കാണും. പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ഞാനിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് 3ഉം കൂടി ചേർത്ത് നല്ല പോലെ ഇത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്പൂൺ ഉപയോഗിച്ചാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം അത്യാവശ്യം ഒന്ന് മിക്സായി എന്ന് തോന്നുന്ന സമയത്ത് നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നോർമൽ വാട്ടറാണ്. അപ്പോൾ നിങ്ങൾക്ക് നോർമൽ വാട്ടറോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ റോസ് വാട്ടർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നോർമൽ വാട്ടർ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നോർമൽ വാട്ടർ ചേർത്ത് നമ്മൾ നല്ലപോലെ ഇത് ഒന്ന് കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് നല്ലപോലെ മിക്സാക്കി എടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് ഇത് നമ്മളൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. അപ്പം അതിനുശേഷം നമുക്ക് നേരിട്ട് നമ്മുടെ മുഖത്തും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ മുഖം കഴുകിയതിന് ശേഷം മാത്രമേ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാവൂ. അപ്പോൾ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷം, അതിന് ടൈം എനിക്ക് പറയാൻ പറ്റില്ല, അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഡ്രൈ ആവും. അപ്പോൾ ഡ്രൈ ആയതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാവുന്നതാണ്. നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടും ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിലൂടെ. അപ്പോൾ എല്ലാവരും ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചെറുനാരങ്ങയോട് അലർജി ഉള്ളവർ ദയവായി ഈ ഫേസ് പാക്ക് ട്രൈ ചെയ്യാതിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരേക്കും ബായ്.